ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്നലെ ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് സംഘികളെല്ലാം കുരുപൊട്ടിട്ട് എന്നെ ഒരേ തെറിവിളി. സംഘികൾ ചോദിക്കുന്നത് നീ ജിഹാദിയാടാ, നീ സുഡാപ്പിയാടാ, നീ മറ്റേതാടാ, നീ മറിച്ചതാടാ. സംഘികൾ നിങ്ങളോട് ഞാനൊരു കാര്യം പറട്ടെ, ഞാനൊരു സംഘിയല്ല, അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ അതുകൊണ്ട് അതിലേറെ അഭിമാനിക്കുന്നു. പിന്നെ ഞാൻ എല്ലാ മതവിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. കാരണം ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ അതിലേറെ അഭിമാനിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ഞാൻ ഇറാനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്തത്? ഇസ്രായേലാണ് ഇറാന് നേരെ അക്രമം ആദ്യം തുടങ്ങിയത്. എന്തിനാണോ? അവർ ആണവായുധം നിർമ്മിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ അടുക്ക് ഇതെല്ലാം ഉണ്ടാവും. ഇസ്രായേലിന് എന്തും ചെയ്യാം, മറ്റുള്ള രാജ്യങ്ങൾ ചെയ്തുകൂടെ? ഇസ്രായേലാണ് ആദ്യം ഇറാനെ ആക്രമിച്ചത്, അതുകൊണ്ട് ഞാൻ ഇറാന്റെ കൂടെ തന്നെയാണ്. ഇസ്രായേലിന് എപ്പം പേടി, ആരെന്ത് നിർമ്മിച്ചാലും നിങ്ങൾക്കെതിരെയാണ് നിങ്ങൾ ഇതിനെ പഠിക്കുന്നത്. ഇത്രയും പേടിയുള്ള നിങ്ങളാണ് ഭയങ്കര ആയുധങ്ങളിൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു നടക്കുന്ന ഇത്രക്ക് പേടി നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ ഇറാന്റെ കൂടെ തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം ആരുടെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളിലും യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണ ജനങ്ങളുണ്ട്. ആ സാധാരണ ജനങ്ങളുടെ കൂടെയാണ് ഞാൻ ആദ്യം. അതിനുശേഷം മാത്രമേ ഞാൻ ഇറാന്റെ കൂടെ കൂടുന്നുള്ളൂ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞ് ഞാൻ യുദ്ധത്തെ അനുകൂലിക്കുന്നേ ഇല്ല. യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തണം. അത് യുദ്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഈ സാധാരണ ജനങ്ങളാണെന്നേ. നിങ്ങൾ സംഖ്യകൾ പറഞ്ഞല്ലോ, വെക്കുവെടി ഇസ്രായേല്, വെക്കുവെടി ഇസ്രായേൽ. ഈ ഇസ്രായേൽ വെടിവെക്കുമ്പോ ഇറാൻ വെടിവെക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരടക്കം നമ്മളെ മലയാളികളടക്കം അവിടെ കഷ്ടപ്പെടുന്ന കൂതറ സംഖ്യകളെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാ. നമുക്ക് എന്തായാലും അവിടെപ്പെട്ട മലയാളികൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്താ അവിടുത്തെ അവസ്ഥ? ടെല്ലവീവിലൊക്കെ ഇങ്ങനെ ഇറാന്റെ അറ്റാക്ക് ഉണ്ടായെന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നാട്ടിലൊക്കെ ഒരു ആശങ്കയുണ്ട്. നിങ്ങളാണല്ലോ നേരിട്ട് അനുഭവിക്കുന്നത്. എന്താണ് അവിടുത്തെ സ്ഥിതി? തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസങ്ങളിൽ അത്രയൊരു ആശങ്കകൾ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 3:50 ഇപ്പൊ ഒരു അറ്റാക്ക് വന്നിട്ടിരിക്കുവാണ്. അപ്പൊ ഏകദേശം ഒരു 3-4 ടെല്ലവില് തന്നെയാണ് അതിന്റെ ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹൈഫയിലും അങ്ങനെ പല സ്ഥലങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ ആ റോക്കറ്റ് വരുന്നതിന്റെ ആ സൗണ്ടും എല്ലാം കേൾക്കുമ്പം ചില ആളുകള് പതിയെ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ഇപ്പോൾ സേഫ് ആണ്. ഒരു വാർണിംഗ് സൈറൻ ഇടയ്ക്ക് കേൾക്കും. ആ സമയത്ത് നിങ്ങളൊക്കെ ബങ്കറിലേക്ക് മാറണമെന്ന് ചില ഇസ്രായേലി മാധ്യമങ്ങളുടെ അഡ്വൈസറി കണ്ടിരുന്നു. അങ്ങനെയുണ്ടോ അവിടെ? അതെ. ഞങ്ങൾക്ക് അവിടെ ഇറാനിൽ നിന്ന് അതിന്റെ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് അലാറം വരുന്നുണ്ട് മൊബൈലില്. ആൻഡ്രോയിഡും ഐഫോണും സാധാ മൊബൈലിലും എല്ലായിടത്തും ഞങ്ങൾക്ക് ഫ്ലാഷ് ലൈറ്റ് അലാറം വരും. അതിനുശേഷം ഏകദേശം അടുത്ത് എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് 10 minutes ബിഫോർ ഞങ്ങൾക്ക് വീണ്ടും അലാറം കിട്ടുന്നുണ്ട്. നിങ്ങൾ ഷെൽട്ടറിലോട്ട് അതിന്റെ അടുത്തോട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നീട് നമുക്ക് 3 അലാറം നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ അറ്റാക്കിന് മുമ്പ് തന്നെ. അതിനെല്ലാം ശേഷം ഇതെല്ലാം MD അവര് നോക്കിയതിനു ശേഷം നമ്മളെല്ലാം സേഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് പുറത്തിറങ്ങിക്കോളൂ, പക്ഷെ പ്രൊട്ടക്ട് ഏരിയയിൽ തന്നെ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് നമുക്ക് വീണ്ടും അലാറം ഇവര് തരുന്നുണ്ട്. അതായത് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ തന്നെയാണ് പതിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് തന്നെ ഐഡന്റിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. 40 ആണോ 90 ആണോ എന്നതിനുള്ളതിന്റെ കൺഫർമേഷൻ നമുക്ക് IDFന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. അല്ലാണ്ട് ലോക്കൽ ചാനലുകൾ പറയുന്ന മാത്രമേ ഉള്ളൂ. IDF ഇപ്പൊ കൺഫേം ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് സെൻട്രൽ ഇസ്രായേലിൽ, അതായത് ഇവിടെ ടെല്ലവിലും 3 മരണം നടന്നിട്ടുണ്ട്. ഹൈഫയിലും ടെല്ലവിലും ഇമ്പാക്ട് നടന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഇതുവരെ IDFന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടുള്ളൂ. ഈ സ്ഫോടന ശബ്ദമൊക്കെ ഇവിടെ കേട്ടിരുന്നു ആ സമയത്ത്? നന്നായിട്ട് കേൾക്കാം. ആണ്, നല്ല സൗണ്ടിൽ നന്നായിട്ട് കേൾക്കാം. ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് നന്നായിട്ട് നമുക്ക് വിൻഡോയിലെല്ലാം ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് എല്ലായിടത്തും ഒരു ഭൂകമ്പം പോലെ ഒരു അഫക്റ്റ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ തന്നെ ഹമാസിന്റെ ഒരു മിസൈൽ പോലെ തന്നെ. അതെ ഹമാസിന്റെ ഒരു മിസൈൽ പോലെ തന്നെ. ഹമാസിന്റെ മിസൈൽ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. സെൻട്രൽ ഇസ്രായേൽ അന്നും അഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്കും ഒരു ഒക്ടോബർ 7 മുതൽ കഴിഞ്ഞുള്ള കുറച്ച് ദിവസങ്ങളിലുള്ള അറ്റാക്ക് ഇത്രയ്ക്കും ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ സൗണ്ട് കുറച്ച് ഹൊറിബിൾ ആണ്. അല്ല, ചിരിച്ചുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, ഇല്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പുറത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ പേരൻസും എല്ലാം നാട്ടിലിരുന്ന് അവര് കൂടുതൽ ടെൻഷൻ അടിക്കത്തേ ഉള്ളൂ. വളരെ ശരിയാണ്. ഞാനതിനെ കണ്ട സംഖ്യകളെ ഇവരുടെ ഈ അവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് സന്തോഷിക്കാൻ കഴിയുക? അത് ആരായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ കാണുമ്പോൾ സന്തോഷിക്കാൻ കഴിയുക. സംഖ്യകൾ ഇങ്ങക്ക് സന്തോഷിക്കാൻ കഴിയായിരിക്കും. അവര് പറയുന്നില്ല ഇതുവരെ പാലസ്തീനെയോ ഹമാസിനെയോ ആക്രമിച്ച പോലെയല്ല ഇപ്പൊ അവസ്ഥ. ഇറാൻ ആക്രമിച്ചപ്പോൾ ഭയങ്കര ഗുരുതരമായ അവസ്ഥയിലാണ് ഇസ്രായേലുള്ളത്. അത് സത്യമാണ്. അത് അവിടെ ഉള്ള ഇന്ത്യക്കാർ, അവിടെയുള്ള മലയാളികളാ പറയുന്നത്. അല്ലാണ്ട് ഇവിടെ ഇരുന്ന് യൂട്യൂബിന്റെ ഉള്ളിൽ നിന്ന് വിഷം തുപ്പുന്ന സംഘികളല്ല പറയുന്നത്. അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്ന അവിടുത്തെ അവസ്ഥ. അവര് ചിരിക്കുന്നത് അവരുടെ വീട്ടുകാർ സങ്കടപ്പെടാൻ വെച്ചിട്ടാണ്, അവരെ വീട്ടുകാർ പേടിക്കണ്ട വെച്ചിട്ടാണ്. അവിടെ ഭയങ്കര ഗുരുതരമായ അവസ്ഥയിലാണെന്ന് അവര് തന്നെ തുറന്നു പറയുന്നു. ഇത് മാത്രമല്ല, വേറൊരു വീഡിയോ കൂടി ഞാൻ വെച്ചുതരാം, അതും കൂടി ഒന്ന് കേട്ടു നോക്കി നിങ്ങൾ.
ഹൈഫയിൽ ഇപ്പൊ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം വളരെ ശക്തമായ രീതിയിലാണ്. പക്ഷെ ആ വാർത്തയിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ള യുദ്ധത്തെ നമ്മൾ ആരും തന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കണമെന്നുള്ള പ്രാർത്ഥനയിലും പ്രത്യാശയിലുമാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം ഈ വാർത്താ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർത്തയാണെങ്കിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ, ഇറാൻ അല്ലെങ്കിൽ അതിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതമാണ്, അല്ലെങ്കിൽ ജീവന്റെ വില കൊടുത്തിട്ട് അതിന് വാക്കുകളില്ല പറയാനായിട്ട് എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാനിപ്പോ എടുത്ത് പറയാനായിട്ട് കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന യുദ്ധത്തില് ഇസ്രായേൽ വളരെ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ തകരുന്നു, നശിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇസ്രായേലിൽ വളരെ വലിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷത്തോളമായി യുദ്ധം നടക്കുന്നു. ഈ നടക്കുന്ന ഈ കാലയളവില് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഈ 3 ദിവസത്തിൽ ഉണ്ടായിരിക്കുന്ന ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, വളരെ വലിയ രീതിയിലാണ്. ഇസ്രായേൽ പ്രതികരിക്കുന്നുണ്ട്, പ്രത്യാക്രമണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ഇപ്പൊ നിങ്ങൾ വാർത്തകൾ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതില് എന്താ പറയാ ചാനൽ കാണുന്ന തരത്തിലുള്ള നഷ്ടങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ആൾനാശവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം വളരെ പേടിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഹൈഫയാണ് ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടാണ് എന്നുള്ളത് മുമ്പ് ഒരാള് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ലോക്കലായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ പേടിയിലാണ്. വെക്കേഷൻ പോയിരിക്കുന്ന ആൾക്കാർ എങ്ങനെ തിരിച്ചു വരുമോ എന്നുള്ള പേടി, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ചു പോകണോ വേണ്ടയോ എന്നുള്ള പരിഭ്രാന്തിയിൽ. കാരണം ഈ കാലയളവിൽ സംഭവിച്ചപ്പോ ഗാസ സ്ട്രിപ്പിൽ നിന്ന് തുടക്കത്തില് 2023 ഒക്ടോബർ 7 ഗാസ സ്ട്രിപ്പിൽ ഇല്ലാത്ത രീതിയിലുള്ള പ്രയാണമാണ് അവര് മിസൈൽ ആക്രമണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വരുന്നത് എങ്ങോട്ടാണെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. കണ്ട സംഖ്യകൾ ഇവിടുന്ന് ജീവിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയി അധ്വാനിക്കുന്ന പാവങ്ങളുടെ എല്ലാം അവസ്ഥയത്, നമ്മളെ മലയാളികളുടെ അവസ്ഥയത്. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ സന്തോഷിക്കൂല. ഇസ്രായേലിലെ സാധാരണക്കാരൻ കൊല്ലപ്പെട്ടാലും ഞാൻ സന്തോഷിക്കില്ല, ഇറാനിലെ സാധാരണക്കാരൻ കൊല്ലപ്പെട്ടാലും സന്തോഷിക്കില്ല. ലോകത്തെവിടെയുള്ള സാധാരണക്കാരൻ, പാവപ്പെട്ട മനുഷ്യൻ കൊല്ലപ്പെട്ട ഞാൻ സന്തോഷിക്കൂല. സംഖ്യകൾ നിങ്ങൾ സന്തോഷിക്കുമായിരിക്കും. ഈ യുദ്ധം ഇസ്രായേൽ വരുത്തി വെച്ച് തന്നെയാണ്. കാരണം ഇറാനെ ആക്രമിച്ചിട്ട് ഇവരുടെ രാജ്യമായാലും ഇറാനായാലും രണ്ടാളും ബുദ്ധിമുട്ടിലാണ്. പക്ഷെ ഇറാൻ എന്താ ചെയ്യണ്ടേ? രാജ്യം ആക്രമിക്കുമ്പോൾ നമ്മളൊരു രാജ്യം ആക്രമിച്ചാൽ നമ്മൾ തിരിച്ചടിക്കില്ല. അത് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിൽ അവരുടെ ന്യായമുണ്ട്. വെറുതെ നിൽക്കുന്നവനെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചടിക്കണം. അവൻ എന്താ ചെയ്യേണ്ടത്? അവന്റെ രാജ്യത്ത് ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കി കുത്തിയായി നിൽക്കുക. അവനെ കൊണ്ടാകൂല, സംഖ്യകളെ ആകൂല. ഒരിക്കൽ കൂടി എല്ലാ യുദ്ധങ്ങളെയും പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് സാധാരണ മനുഷ്യൻ മനസമാധാനത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അതുപോലെ മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.